നമസ്കാരം, എല്ലാവർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ വേളൂർമല്ലൂർ, ഒരു ഭരതനാട്യം മോഹിനിയാട്ടം പ്രൊമോട്ടറാണ്. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്യകലകളിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, മണിപ്പൂരി, കഥക്, ഒഡീസി, സത്രിയ എന്നിങ്ങനെ 9 ഇനങ്ങളാണ് ഉള്ളത്. അതിൽ ഭരതനാട്യം തമിഴ്നാടിൻ്റെയും, മോഹിനിയാട്ടവും കഥകളിയും കേരളത്തിൻ്റെയും, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെയും, കഥക് ഉത്തർപ്രദേശിൻ്റെയും, മണിപ്പൂരി മണിപ്പൂരിൻ്റെയും, ഒഡീസി ഒഡീഷയുടെയും, സത്രിയ അസാമീസിൻ്റെയും സ്വന്തം നൃത്യരൂപങ്ങളാണ്. ഭരതനാട്യത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ വീഡിയോ അവതരിപ്പിക്കുന്നത്. ഭരതനാട്യത്തിൽ ഒരുപാട് ശൈലികളുണ്ടെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്നത് പന്തനല്ലൂർ ശൈലിയാണ്. നാട്യശാസ്ത്രത്തിലെയും അഭിനയ ദർപ്പണത്തിലെയും തിയറിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഭരതനാട്യത്തിൽ അടവ് തൊട്ടിട്ട് ഘട്ടം ഘട്ടമായി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തട്ടടവ്, നട്ടടവ്, മെട്ടടവ്, കുതിത്തമെട്ടടവ്, മണ്ടിയടവ്, വിശ്രു അടവ്, സരിക്കളടവ്, തട്ടിക്കുതിത്തമെട്ടടവ്, ശിഖരടവ്, തിരുമാനമടവ് എന്നിങ്ങനെ പലവിധ അടവുകളാണ് ഭരതനാട്യത്തിലുള്ളത്. പല ശൈലികളിൽ വേറെയും പേരുകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഭരതനാട്യം നമസ്കാര ക്രിയയിലൂടെയാണ് ആരംഭിക്കേണ്ടത്. നമസ്കാര ക്രിയ ചെയ്യുന്ന അതിനു മുമ്പ് ആദ്യം നാട്യാരംഭ സ്ഥാനത്ത് നിൽക്കുക. സ്റ്റാർട്ട്. കൈകൾ രണ്ടും 2 വശത്തേക്കായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അടുത്തതായി കടകാമുഖം മുദ്ര ഉപയോഗിച്ച് വലത് കാൽ ചവിട്ടി, ഇടത് കാൽ ചവിട്ടി, ശിഖര മുദ്ര പിടിച്ച് വലത് വശത്തേക്ക് നോക്കി താഴെ മുഴുമണ്ഡലത്തിലിരുന്ന് നിലത്ത് ഭൂമിദേവിയെ വണങ്ങി മുകളിൽ ഭഗവാന്മാരെയും നെറ്റിയിൽ ഗുരുവിനെയും നെഞ്ചിൽ ഓഡിയൻസിനെയും വണങ്ങി നമസ്കാരക്രിയ അവസാനിപ്പിക്കും. നമസ്കാരക്രിയയിൽ ശിഖരം, കടകാമുഖം എന്നൊക്കെ ഞാൻ പറയണ്ടായി. ഇതിനെ മുദ്രകൾ അല്ലെങ്കിൽ ഹസ്തങ്ങൾ എന്നാണ് പറയുന്നത്. അതേപോലെ മുഴുമണ്ഡലം, അതിനെ മണ്ഡലഭേദങ്ങൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.